സാധാരണഗതിയിൽ സംഭാഷണങ്ങളിൽ നല്ലൊരു ശതമാനവും വേസ്റ്റ്. രണ്ടോ മൂന്നോ പേര് കൂട്ടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞെന്ന് വിചാരിക്കുക. കല്യാണത്തിന് പോയ അവസരത്തിലോ അല്ലാത്ത അവസരങ്ങളിലൊക്കെ അതൊന്ന് കേട്ടു നോക്കുക. കുറച്ച് കഴിയുമ്പോൾ തർക്കം വരും. ഈ തർക്കം വരുന്നിട്ട് അതിൻ്റെ ഒക്കെ തുടക്കം എവിടുന്ന അറിയും. സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ശിവൻ എന്ന വിഷയം, ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പല വിഭാഗമായിട്ട് 1.5 മണിക്കൂറൊക്കെ പ്രഭാഷണങ്ങളിൽ വരാറുണ്ട്. ഒരു തവണ ശിവനെ കുറിച്ച് പറയുമ്പോൾ ശിവന് താമസിക്കാൻ വീടില്ല ഞാൻ പറഞ്ഞു. അപ്പത്തന്നെ അവിടുന്ന് ഒരാൾ ഇളകുണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവൻ താമസിക്കുന്ന വീടിനെ പറ്റി. ചിന്താമണിഗ്രഹം എന്നാണ് പേരെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പറഞ്ഞു ശിവന് വീടില്ല, പാർവതിക്കും വീടില്ല. ഒടുവില് 2 മക്കൾ മുതിർന്നു വരികയാണ്, ആൺകുട്ടികളാണ്, സുബ്രഹ്മണ്യനും ഗണപതിയും. അപ്പൊ 2 മക്കൾ വളർന്നു വരുമ്പോ താമസിക്കാൻ ഒരു വീട് പണിയണ്ടേന്ന് പാർവതി ചോദിച്ചു. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിന്താമണി ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഫിലോസഫിക്കൽ തോട്ട്. ഈ സമയത്ത് അവരുടെ വീട് എവിടെയായിട്ട് വരും ഒരാൾ ചോദിച്ചാൽ, അതിലെ ആ ചോദ്യത്തിലെ വിഡ്ഢിത്തം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അദ്വൈതമായ ഒരു കാര്യം പറയുമ്പോൾ അതിലേക്ക് ദ്വൈതത്തെ കൊണ്ടുവരുന്നു. സംസാരിക്കുന്നത് ദ്വൈതത്തിലാവുമ്പോൾ അദ്വൈതത്തിനെയും കൊണ്ടുവരും. അപ്പൊ ദ്വൈതത്തിലാണല്ലോ സംസാരിക്കണം, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് എത്ര കിലോമീറ്റർ? ആ കിലോമീറ്റർ തന്നെ പറയണ്ടേ. കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് ഇത്ര കിലോമീറ്റർ, വടകരക്ക് ഇത്ര കിലോമീറ്റർ. നിങ്ങളല്ലേ പറഞ്ഞത് വേറെ ടാക്കില് ദൂരം എന്നൊന്നില്ല, അത് സങ്കല്പമാണ്, അത് വിഷയം വേറെയാണ്. അത് അദ്വൈത വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് ദൂരമില്ല എന്നുള്ളത്. ഇവിടെ ദ്വൈതത്തിൽ നിൽക്കുക ഞാനും നിങ്ങളും, കോഴിക്കോട്ട് നിൽക്കുക. അപ്പൊ ഒരാൾ അറിയാൻ ചോദിക്കുകയാണ് കണ്ണൂർക്ക് എത്ര കിലോമീറ്റർ. അവിടെ അല്ല അദ്വൈതം പറയാം. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന തർക്കത്തിന്റെ മുഴുവൻ കാരണം ഇതാണ്. ഉദാഹരണം പറയുമ്പോഴേ വ്യക്തമാവുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത്. ധന്യമീ ജീവിതത്തിൽ പലപ്പോഴും ഉദാഹരണ കഥ പറയുമ്പോൾ ആളുകൾക്ക് വ്യക്തമാവും. ഫുട്ബോളിൽ ഇത്തവണ ജയിക്കണം, നമ്മുടെ രാജ്യത്തിന് കീർത്തി കിട്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ തോറ്റു. ഇപ്പൊ നമുക്ക് ആ ഷീൽഡ് മടക്കി കിട്ടണം. നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നവര് ഗോപാലൻകുട്ടി, ശങ്കരൻകുട്ടി, മാത്യൂസ്, ഇവരൊക്കെയാണ്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി, കോച്ച് പറഞ്ഞു തരികയാണ്. ആ ചെറിയ അബദ്ധം നികത്തിയാൽ ഇത്തവണ നമുക്ക് ജയിക്കാം.
ആ ചെറിയ അബദ്ധം വീണതാണ്. ഇയാളപ്പം അത് കേൾക്കണേ ഇല്ല. ഈ പറയണത് ഇത് കേട്ടാൽ കോച്ച് പറയണം നിങ്ങൾക്ക് കഴിഞ്ഞ തവണ പറ്റിയത്. ആ മാത്യൂസ് ബോള് കാലിന്റെ അടിയിൽ കിട്ടി അയാൾ ചെയ്യുന്ന ടെക്നിക്ക് എന്നത്. നിങ്ങൾ അതിൽ വീണു പോകരുത്. ശ്രദ്ധയെ കിട്ടുന്നില്ല. കോച്ച് പറയുമ്പോ ഇയാള് പറയാണ് കളിയിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ ആദ്യമേ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സാറ് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എവിടെ എത്തി? എന്റെ ഗ്രാമീണ ഭാഷ പറഞ്ഞ അപ്പ കൊടുക്കണം കരുണ കുച്ചിക്കുന്ന. അത് വേദാന്ത വിഷയം പറയുമ്പോഴോ ഒരു കാര്യം പഠിപ്പിക്കുമ്പോഴോ നിയതി എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോഴോ അത് ശരിയാണ്. ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ചോളൂ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിയാ. ആ ഫുട്ബോൾ കളിയിൽ എങ്ങനെ ജയിക്കണമെന്ന് നോക്കി രാജ്യത്തിന് സൽകീർത്തി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ആരാ ജയിക്കുക ആരാ തോൽക്കുക ആദ്യം നിശ്ചയിക്കപ്പെട്ടു. ഇതാണ് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തണം. ആ സമയത്താണോ മരണമൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആള് മരിച്ചു, ഡെഡ് ബോഡി കിടത്തിരിക്കുക. ആ സമയത്ത് പറയേണ്ട വരിയാണ് ഏതായാലും ശരി മനുഷ്യന്റെ സ്ഥിതിക്ക് എത്ര കാലമാണ് വല്ല തീർച്ചയുണ്ടോ ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ പറയേണ്ട വരിയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. അദ്വൈത ഫിലോസഫിയുടെ ഏറ്റവും വലിയ നമ്പറുകൾ പറയുമ്പോൾ ഇന്നാളുടെ അച്ഛന്റെ പേരെന്താ ചോദിക്കാൻ പോലും. ശിവന് അച്ഛനും ഇല്ല അമ്മയില്ല, താമസിക്കാൻ വീടുമില്ല. അച്ഛനും അമ്മയില്ലാതെ മകൻ ജനിക്കുമോ എന്ന് അപ്പോഴല്ല ചോദിക്കുക. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കണു. അതുകൊണ്ട് പരീക്ഷയിൽ ആര് ജയിക്കും തോൽക്കും ഫസ്റ്റ് റാങ്ക് ആരാക്കാന്നൊക്കെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തേ ഇല്ല. ഇന്നലെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകി കിടന്നുറങ്ങി. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം എന്ന് ഫിലോസഫി ഉണ്ട്. തോൽക്കില്ലേ? നാം ദ്വൈതത്തിൽ നിൽക്കുമ്പോൾ അവിടെ അദ്വൈതം വിടരുത്. അത് രണ്ട് വിഷയമാണ്. ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ഇപ്പൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ 2 പേര് കഴിക്കണമെങ്കിൽ 150 ഉറുപ്പ്യ വേണ്ടി വരും. 150 ഉറുപ്പ്യ കയ്യിലുണ്ടോ? ഇല്ല. എൻ്റെ കയ്യിലും ഇല്ല, അയാളുടെ കയ്യിലും ഇല്ല. പോയാൽ ശരിയാവുമോ? ഈ സമയത്ത് നമുക്ക് പോകാം. കാരണം ഓരോ അരിയുടെ മുകളിലും അത് ഭക്ഷിക്കുന്നവൻ ആരാണോ എന്നുള്ള പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആഹാരം നമ്മൾ ഭക്ഷിക്കേണ്ടതാണ്. അതാണ് ഇവിടെ പറയുക. അനവധി പേരുടെ ജീവിതത്തിലെ പരാജയം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. ദ്വൈതം പറയേണ്ടിടത്തിൽ അദ്വൈതം പറയും. ദ്വൈതം പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കും വേണം, കുട്ടികളുടെ ഫീസ് അടയ്ക്കും വേണം, ഒക്കെ വേണ്ടേ? ആര് പരീക്ഷയിൽ ജയിക്കുന്ന മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അവിടെ പറയുക. ഒരു വിഷയം പറയുമ്പോൾ അതിലേക്ക് ഇത് ചേർത്തരുത്. നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊക്കെ ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ടെന്ന് ഇപ്പോഴല്ല പറയുക. ഇപ്പൊ എന്താ സൂക്കടുന്ന് അതിനെന്താ മരുന്ന് കഴിക്കുക. ഇതാണ് സത്യം. പലയിടത്തും ഇതിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കേട്ടിട്ട് ഇങ്ങനെ കലഹിക്കും. ആ കലഹിച്ചിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് പലതും പറയുന്നത്. അത് വ്യക്തമാക്കാനാണ് ലക്ഷ്യം. വാഹനം സ്പീഡിൽ വല്ലാതെ സ്പീഡ് കൂടുന്നു, കുറയ്ക്കുക.
അതിപ്പോ ഇടിക്കേണ്ടോന്ന് ഇടിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും ശരി. അങ്ങനെ അത് അപ്പളാ പറയാ. വാഹനം ഇടിക്കാനാണ് യോഗച്ചാലേ, അത് എപ്പോഴായാലും വാഹനം ഇടിക്കും എന്ന വരി അപ്പോഴാണോ പറയുക? ഇടിച്ചു കഴിഞ്ഞ ആശുപത്രിയിലായി ആള് മരിച്ചുപോയി, ഒക്കെ ഒരു യോഗം എന്നൊക്കെ വേണമെങ്കിൽ അപ്പൊ പറയാം. ഹൈ ഫിലോസഫി ഇത്തെ ചില വരികള് ദ്വൈതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്യാണാലോചന അതിനേക്കാൾ നല്ല ആലോചന എന്താണ്, ഈ ആലോചന വേണ്ട, അപ്പോഴല്ല പറയാ. ആര് വിവാഹം കഴിക്കുമെന്നൊക്കെ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ നടക്കുള്ളൂ, ഞാനങ്ങോട്ട് പറഞ്ഞു വലിയ വിവരം, അപ്പോഴല്ല അത് പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ പകല് ജീവിക്കുമ്പോൾ സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദ്വൈതത്തിൽ നിൽക്കുമ്പോൾ അതിൽ അദ്വൈതം കിടക്കുന്നുണ്ട്. അദ്വൈതം പറയുമ്പോൾ ഇതിൻ്റെതാണ് സ്ഥലം, ഇവിടെ ഇന്ന വലിയ തത്വമാണ്, അത് ഏത് കൊല്ലം ഉണ്ടായത്, ഇന്ന ചരിത്ര പുസ്തകത്തിൽ ഉത്ഭവത്തിലോ ഇല്ലല്ലോ, അവിടെയല്ല അത് പറയും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.